ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും RRB ജെയിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന RRB റെയിൽവേയിൽ ജൂനിയർ എഞ്ചിനീയർ ആയിട്ടുള്ളതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 3993 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ കാര്യങ്ങൾ എവിടെയൊക്കെ വേക്കൻസി എത്രയൊക്കെ ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് അപ്പ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി ഇതാ നോട്ടിഫിക്കേഷൻ ഔട്ട് ആയിട്ടുണ്ട്. 14-ാം തീയതി മുതൽ, അതായത് ഇന്ന് മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി റെയിൽവേയിൽ നിങ്ങളിപ്പോൾ റെയിൽവേ RRBൻ്റെ സൈറ്റിൽ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ വീണ്ടും ചെയ്താൽ മതി, അല്ലെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, സോ പിന്നെന്താ 13-ാം തീയതി വരെ 13/9 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു മാസം സമയമുണ്ട്. അപ്പോൾ എന്തായാലും ലാസ്റ്റത്തേക്ക് നിങ്ങൾ വെക്കരുത് കേട്ടോ, പെട്ടെന്ന് തന്നെ ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്ലിക്കേഷൻ ഫീ അടക്കേണ്ടത് എന്താണ്? നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫീ ആണ് 2 ദിവസം കൂടെ 13-ാം തീയതി ക്ലോസ് ചെയ്യും. സെപ്റ്റംബർ 13-ാം തീയതി ആപ്ലിക്കേഷൻ വിൻഡോ ക്ലോസ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് 2 ദിവസം കൂടെ ഫീ പേയ്മെന്റ് ഉണ്ട്. എത്രയൊക്കെയാണ് ഫീ, എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് മോഡിഫിക്കേഷൻ വിൻഡോ 16-ാം തീയതി മുതൽ 25-ാം തീയതി വരെ, സെപ്റ്റംബർ 16 മുതൽ 25 വരെ മോഡിഫിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയിരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ വൺ ടൈം ക്രിയേറ്റ് ആൻ അക്കൗണ്ട്, അതായത് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യും, നിങ്ങൾ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാം. പിന്നെ മോഡിഫൈ വെറുതെ ചെയ്യാൻ പറ്റില്ല, 250 റുപ്പീസ് നിങ്ങൾ പേ ചെയ്യണം അതിന് മോഡിഫിക്കേഷന്. ഓക്കെ, അപ്പോൾ വൺ ടൈം, അതായത് ക്രിയേറ്റ് ആൻ അക്കൗണ്ടിൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല, ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാം. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെന്താണ്, സ്ക്രൈബിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഈ ടൈമിൽ 26/9 മുതൽ 30/9 വരെ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഓൾറെഡി ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. ഇന്ന് മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 13 സെപ്റ്റംബർ വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്കറിയാം, JEE എന്ന് പറയുന്നത് ലെവൽ 6 പോസ്റ്റാണ്. ലെവൽ 6 ആണ് പോസ്റ്റ്. ഓക്കെ, അതായത് റെയിൽവേയിൽ നിങ്ങൾക്ക് ഓരോ കാറ്റഗറി അറിയാമല്ലോ. ലെവൽ 6 ഉണ്ട്, 5 ഉണ്ട്, 4 ഉണ്ട്, അങ്ങനെ ഓരോന്നുണ്ട്. അപ്പോൾ അതിൽ ലെവൽ 6 ആണ്. 35,400 രൂപയാണ് ബേസിക് പേ എന്ന് പറയുന്നത്. ഇത് ബേസിക് പേ മാത്രമാണ്. അതിൽ ബാക്കി അലവൻസും കാര്യങ്ങളൊക്കെ കൂടി നിങ്ങൾക്ക് ഏതാണ്ട് ഒരു 70,000 ഇനിഷ്യൽ പേയ്മെന്റ് ആയിട്ട്, അതായത് സാലറി ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അത് ബേസിക് പേ ആണ്. ഇനിയിപ്പോൾ അടുത്ത കമ്മീഷനൊക്കെ വരുമ്പോൾ കൂടുതൽ ഇൻക്രീസ് ആവും ബേസിക് പേ എന്ന് പറയുന്നത്. പിന്നെന്താണ്, പിന്നെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം നിങ്ങൾ നോക്കേണ്ടത്, 18 മുതൽ 33 വരെയാണ് ഏജ് ലിമിറ്റ്. 27/1/27 ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 33. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം, ഏതാണ് നമുക്ക് അടുത്ത സ്ലൈഡിൽ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 18 മുതൽ 33 വരെയാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ വേക്കൻസി 3993 ആണ് വേക്കൻസി. ഓക്കെ, അവിടെ ഒന്നും കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇനി ഏജിന്റെ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, ചിലവർ നമ്മളോട് ചോദിക്കും, എന്താണ്, നിങ്ങളിപ്പോൾ ഫൈനൽ ഇയറിൽ പഠിക്കുന്ന ആൾക്കാരായിരിക്കും, ഇപ്പോൾ എഞ്ചിനീയറിംഗ് ആണ് 4th ഇയറിൽ പഠിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ നിങ്ങൾ ചോദിക്കും. അപ്പോൾ അതിലൊരു ക്ലാരിഫിക്കേഷൻ ഉള്ളത് ഇതെവിടെ കൊടുത്തിട്ടുണ്ട്, കാൻഡിഡേറ്റ് വെയിറ്റിംഗ് ഫോർ ഫൈനൽ റിസൾട്ട്. അപ്പോൾ അവർക്ക് നോട്ട് എലിജിബിൾ ആണ്. അതായത് നോക്കിയതാ, കാൻഡിഡേറ്റ് മസ്റ്റ് എൻഷുർ ദാറ്റ് ദേ പ്രോസസ് ഫുൾഫിൽ all the prescribed educational and technical qualification for the post of before the closing date of submission of application. അതായത് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആ എലിജിബിൾ ആയിരിക്കണം. നിങ്ങൾ ഇപ്പോൾ ഡിഗ്രി വേണമെന്ന് പറഞ്ഞാൽ, അതായത് ഡിപ്ലോമ വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് എലിജിബിൾ ആയിരിക്കണം. ഈ നമ്മുടെ അപ്ലിക്കേഷൻ ഡേറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ, സെപ്റ്റംബർ 13-ാം തീയതിക്ക് മുന്നേ നിങ്ങളുടെ റിസൾട്ടൊക്കെ വന്നിരിക്കണം. റിസൾട്ടിന് വെയിറ്റ് ചെയ്യുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. നോട്ട് എലിജിബിൾ എന്നാണ് പറയുന്നത്. വേറൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോഡിഫിക്കേഷൻ ടൈമിൽ നോക്കിയ ഓൺലൈൻ മോഡിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 250 റുപ്പീസ് പേ ചെയ്യണം. അത് റീഫണ്ട് ചെയ്യില്ല, 250 റുപ്പീസ് പേ ചെയ്യണം. ഓക്കെ, മോഡിഫിക്കേഷൻ ഫീ ആയിട്ട് 250 റുപ്പീസ് പേ ചെയ്യണം. നെക്സ്റ്റ്, അത്രയും കാര്യങ്ങളാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏജിന്റെ കാര്യങ്ങൾ പലരും ചോദിക്കുന്നതാണ്. മറ്റൊരു കാര്യം, നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, ഫൈനൽ ഇയറിൽ പഠിക്കുന്ന ആൾക്കാർ റിസൾട്ടിന് വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല, അത് മനസ്സിലാക്കുക. ഇനി ഏജിന്റെ കാര്യം, 18 മുതൽ 33, 18 മുതൽ 33 വരെയാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പം അതിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, നമ്മുടെ ലോവർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്, ലോവർ ഏജ് ലിമിറ്റ് 18 ആണ്. അത് എപ്പോഴാണ്? 1/1/2009. അപ്പൊ അതിനുശേഷം ജനിച്ചവർക്ക് പറ്റില്ല. 1/1/2009 മുന്നേ ജനിച്ച ആൾക്കാർക്കാണ് പറ്റുന്നത്. ഇതിന് ശേഷം ജനിച്ചവർക്ക് പറ്റില്ല. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ, UR കാറ്റഗറിക്ക് ആണെങ്കിൽ, UR കാറ്റഗറി EWS ആണെങ്കിൽ 2/1/94 ശേഷം ജനിച്ച ആൾക്കാരായിരിക്കണം. 2/1/94 ശേഷം ജനിച്ച ആളായിരിക്കണം. OBC NCL ആണെങ്കിൽ, NCL അല്ലാത്തവർ മറ്റേ കാറ്റഗറിയിലാണ്.
ജനറൽ കാറ്റഗറിയിലാണ്. NCL കാറ്റഗറിയിലാണെങ്കിൽ 2/1/91 ശേഷം ജനിച്ച ആൾക്കാരായിരിക്കാം. 91 അതിന് ശേഷമോ നോക്കിയേ, ബോത്ത് ദ ഡേറ്റ് ഇൻക്ലൂഡഡ്. ഓക്കെ, അതിനുശേഷമോ ജനിച്ച ആൾക്കാരായിരിക്കണം. SC ST ആണെങ്കിൽ 89 2/1/89 ശേഷം ജനിച്ച ആൾക്കാരായിരിക്കണം. അപ്പൊ ഇത് കൃത്യമായി മനസ്സിലാക്കുക. പിന്നെ നിങ്ങളെ ക്വാളിഫിക്കേഷൻ എന്താ, ഡിപ്ലോമ ഡിഗ്രി ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കണം. അപ്പോൾ അതാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതും ഓക്കെയാണ്. നെക്സ്റ്റ്, ഇനി അപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് നിങ്ങളിപ്പോ ഇവിടെ കാറ്റഗറി നോക്കി, രണ്ടാമത്തേൽ SC ST എക്സ് സർവീസ്മെൻ PW ഫീമെയിൽ ട്രാൻസ്ജെൻഡർ, പിന്നെ എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് EBC ആണ് കേട്ടോ. ഈ എക്കണോമിക്കലി ബാക്ക്വേർഡ് EWS അല്ല, EBC ആണ് പറയുന്നത്. അങ്ങനെ അതൊക്കെയാണ് പറയുന്നത്. ഓക്കെ, വിത്ത് OBC ഓർ EWS EBC സർട്ടിഫിക്കറ്റ് ഷുഡ് നോട്ട് ബി കൺഫ്യൂസ്ഡ് വിത്ത്. ഓക്കെ, അപ്പോൾ EBCയും എക്കണോമിക്കലി ബാക്ക്വേർഡ് ഇതും നിങ്ങൾ എന്താണ് ക്ലാസ്സും EWSും തമ്മിൽ നിങ്ങൾ മനസ്സിലാക്കണം, എന്താ ഡിഫറൻസ് എന്ന് മനസ്സിലാക്കണം. പിന്നെ അവർക്ക് 250 റുപ്പീസ് ആണുള്ളത്. ഓക്കെ, 250 റുപ്പീസ് ആണ് പേ ചെയ്യേണ്ടത്. അത് റീഫണ്ടബിൾ ആണ്. ആ 250 റുപ്പീസും തിരിച്ചു തരും. ഇതിൽ പെടാത്ത ആൾക്കാരുണ്ട്, ബാക്കിയുള്ള ആൾക്കാർക്ക് 500 രൂപ പേ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ഫസ്റ്റ് സ്റ്റേജ് CBT 1 എഴുതിയാൽ നിങ്ങൾക്ക് 400 രൂപ തിരിച്ചു കിട്ടും. ഓക്കെ, ഇത് രണ്ടാമത്തെ കാറ്റഗറിക്ക് എന്താ 250 രൂപയും CBT 1 എഴുതിയതിന് ശേഷം, എഴുതിയാൽ മാത്രമേ കിട്ടൂ, എഴുതിയതിന് ശേഷം റീഫണ്ട് ചെയ്യും. അപ്പോൾ ഏതൊക്കെ കാറ്റഗറി ആണെന്ന് നോക്കുക കേട്ടോ നിങ്ങൾ. ഈ കാറ്റഗറിക്കൊക്കെയാണ് 250 രൂപ, ബാക്കിയുള്ള ഇതിൽ പെടാത്ത കാറ്റഗറിക്കൊക്കെ 500 രൂപ പേ ചെയ്യണം, അതിൽ 400 രൂപ റീഫണ്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി എക്സാമിന്റെ പാറ്റേൺ നോക്കിയാൽ ഒരു മാറ്റമില്ല, കഴിഞ്ഞ വർഷമൊക്കെ നടന്ന അതേ പോലെ തന്നെയാണ്. പാറ്റേൺ എന്ന് പറഞ്ഞാൽ CBT 1 ഉണ്ട്, CBT 2 ഉണ്ട്, പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ, മെഡിക്കൽ ടെസ്റ്റും കൂടെ ഉണ്ട്. മെഡിക്കൽ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്കറിയാം റെയിൽവേന്റെ കാര്യത്തിൽ മെഡിക്കൽ ടെസ്റ്റ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, മെഡിക്കൽ A-B-C എന്ന് പറയുന്ന കാറ്റഗറി ഒക്കെ ഉണ്ട്, A1 കാറ്റഗറി ഉണ്ട്. നിങ്ങൾക്ക് മെഡിക്കൽ ടെസ്റ്റിനെ കുറിച്ച് ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാട്ടോ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് എക്സാമിന്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതില് CBT 1 ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. CBT 1 നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മാത്തമാറ്റിക്സ്, പിന്നെ റീസണിംഗ് ഉണ്ട്, ജനറൽ അവയർനെസ്, ജനറൽ സയൻസ്. സയൻസ് ഇതാ നോക്കിയാൽ സയൻസിന് 30 മാർക്ക് ഉണ്ട്. 30 ക്വസ്റ്റ്യൻ 30 മാർക്കാണ് സയൻസ്. പിന്നെ മാത്സ് 30 മാർക്ക്, റീസണിംഗ് 25 മാർക്ക്, പിന്നെ ജനറൽ അവയർനെസ്സിന് 15 മാർക്ക് മാത്രമാണ്. അപ്പോൾ ജനറൽ സയൻസിനാണ് കുറച്ചും കൂടെ വെയിറ്റേജ് കൂടുതലുള്ളത്. മാത്സിനും റീസണിങ്ങിനും ബാക്കി റെയിൽവേ എക്സാംസിനൊക്കെ വെയിറ്റേജ് നല്ല കൂടുതലുണ്ട്. പക്ഷെ ഇവിടെ സയൻസിന് 30 മാർക്ക് ഉണ്ട്. CBT 2 നോക്കിയാൽ എന്താ, അവിടെയും നമുക്ക് മാത്സ് റീസണിംഗ് ഇല്ല. ഓക്കെ, അവിടെ ഉള്ളത് ജനറൽ അവയർനെസ് ഉണ്ട്, കെമിസ്ട്രി, ഫിസിക്സ്, അതായത് സയൻസിന് ഇവിടെയും വെയിറ്റേജ് കൂടുതലുണ്ട്. ഫിസിക്സും കെമിസ്ട്രിയും ആണുള്ളത്. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ട്, അവിടെ പഠിക്കാനുണ്ട്. അതുപോലെ എൻവയറമെന്റൽ സ്റ്റഡീസ് ഉണ്ട്, അതായത് ബേസിക്സ് ഓഫ് എൻവയറമെന്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ, അതും കൂടെ പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്രയും കൂടിയിട്ട് നിങ്ങൾക്ക് 50 മാർക്കിനാണ് ഉള്ളത്. അത് കൂടാണ്ട് നിങ്ങൾ ടെക്നിക്കൽ എബിലിറ്റി, ഇപ്പോൾ നിങ്ങൾ മെക്കാനിക്കൽ ആണെങ്കിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ, അതിൻ്റെ 100 ക്വസ്റ്റ്യൻ 100 മാർക്കുണ്ട്. അങ്ങനെ ടോട്ടൽ 150 മാർക്കിലാണ് നിങ്ങൾക്ക് CBT 2 എന്ന് പറയുന്നത്. ഓക്കെ, ടൈം എന്ന് പറയുന്നത് 2 മണിക്കൂർ ആയിരിക്കും. ഇത് 90 മിനിറ്റ് ആണ്, 1.5 മണിക്കൂറായിരിക്കും CBT 1. അപ്പോൾ അവിടെയും കൺഫ്യൂഷൻ ഇല്ലല്ലോ. പിന്നെ ഇതാണ് പാറ്റേൺ എന്ന് പറയുന്നത്, അതായത് ജനറൽ അവയർനെസ് ഉണ്ട്, ഫിസിക്സ് 10th സ്റ്റാൻഡേർഡിന്റെ ലെവലാണെന്നാണ് പറയുന്നത്, പക്ഷെ കുറച്ചും കൂടെ കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാം നമുക്ക്. പിന്നെ കമ്പ്യൂട്ടർ, പിന്നെ ടെക്നിക്കൽ, നിങ്ങൾ ഏതാണോ അതിന്റെ ടെക്നിക്കൽ സബ്ജക്റ്റിന്റെയും 100 മാർക്കുള്ള ക്വസ്റ്റ്യനും കൂടെ ഉണ്ടാവുന്നതാണ്. പിന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് ആ ഒരു എക്സാം ഗ്രൂപ്പിലാണ് ഇത്രയും ആൾക്കാർ വരുന്നത്. മെക്കാനിക്കൽ ആൻഡ് അലൈഡ് ഗ്രൂപ്പിലാണ് ഇത്രയും ആൾക്കാർ, അതായത് മെക്കാനിക്കലും പ്രൊഡക്ഷനും ഓട്ടോമൊബൈലും മാനുഫാക്ചറിംഗ്, അപ്പോൾ ഇതൊക്കെ ഈ കാറ്റഗറിയിലാണ് വരുന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് അലൈഡിലാണ് വരുന്നത്. അതുപോലെ ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡിൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ വരും, കോമ്പിനേഷൻ ഓഫ് എനി സബ്ജക്റ്റ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇലക്ട്രിക്കലിലാണ് വരുന്നത്. അതുപോലെ ഇലക്ട്രോണിക്സിൽ നോക്കിയേ, ഈ കാറ്റഗറിയൊക്കെ ഇലക്ട്രോണിക്സിന്റെ കീഴിൽ വരുന്നതാണ്. ഇലക്ട്രോണിക്സിന്റെ കീഴിലാണ് ഈ കാറ്റഗറിയൊക്കെ വരുന്നത്. കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഒക്കെ വരുന്നത് എന്താ, ഇലക്ട്രോണിക്സിന്റെ കീഴിലാണ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഒക്കെ വരുന്നത്. കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, അതുപോലെ കമ്പ്യൂട്ടർ സയൻസ്, ഇതൊക്കെ വരുന്നത് ഇലക്ട്രോണിക്സിന്റെ. പിന്നെ സിവിലും പിന്നെ BSc ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് 3 years ഡ്യൂറേഷൻ, അപ്പൊ അതും കൂടെ വരുന്നത് ഇതിലാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കി വെക്കുക. ഇനി പിന്നെ ഒരു കാര്യം, അതായത് നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കുന്നത് തിരുവനന്തപുരവും ബാംഗ്ലൂരും പിന്നെന്താ ചെന്നൈയൊക്കെ ആയിരിക്കും വേക്കൻസി നോക്കുന്നത്. തിരുവനന്തപുരത്ത് നോക്കിയാൽ 45 വേക്കൻസിയാണ് UR കാറ്റഗറിക്ക്. അങ്ങനെ ടോട്ടൽ നോക്കിയാൽ 101 വേക്കൻസിയാണ് ഉള്ളത് തിരുവനന്തപുരത്ത് ഉള്ളത്. ഇനി
ബാംഗ്ലൂർ നോക്കിയാൽ എന്താണ്, ബാംഗ്ലൂരിൽ ഇവിടെ നോക്കിയാൽ 298 വേക്കൻസിയാണ് ബാംഗ്ലൂരിൽ ഉള്ളത്. സോ ബാംഗ്ലൂരിൽ സാധാരണ മറ്റ് റീജിയനേക്കാളും കുറച്ച് കട്ട് ഓഫ് കുറവാണ് കാണാറ്. പക്ഷെ എല്ലാവരും അവിടെ അപ്ലൈ ചെയ്ത എന്താ വേക്കൻസി കട്ട് ഓഫ് കൂടാം. പിന്നെ അടുത്ത ചെന്നൈ നോക്കിയാൽ ചെന്നൈയിൽ 362 വേക്കൻസിയാണ് ഉള്ളത്. അപ്പോൾ ഇത്രയും ഇതാ നോക്കിയേ ഓരോന്നിലും. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇലക്ട്രിക്കൽ ആണെങ്കിൽ മെക്കാനിക്കലിലും അപ്ലൈ ചെയ്യാം. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കുക. ഇതാണ് വേക്കൻസി എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നിങ്ങൾ നോക്കാനുള്ളത്. അതായത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞു, ഡിപ്ലോമയും ഡിഗ്രിയൊക്കെയാണ്, എഞ്ചിനീയറിംഗ് ഒക്കെയാണ്, ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഏജിൻ്റെ കാര്യം പറഞ്ഞു, 18 മുതൽ 33 വരെയാണ്. പിന്നെ എന്താ പറഞ്ഞത്, ഡിഗ്രിയിൽ ലാസ്റ്റ് ഇയർ പഠിക്കുന്ന ആൾക്കാരാണ്. അതായത് നിങ്ങളുടെ ഫൈനൽ ഇയർ ആണെങ്കിൽ റിസൾട്ട് വന്നിട്ടില്ലെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഫീ എന്ന് പറയുന്നത് 500 രൂപയാണ്. 400 രൂപ തിരിച്ചു കിട്ടും. പിന്നെ SC ST വിമൺ പിന്നെന്താ അങ്ങനെയുള്ള കുറേ കാറ്റഗറി പറഞ്ഞു, അവർക്ക് 250 രൂപയാണ്. 250 തിരിച്ചു കിട്ടും. എക്സാം പാറ്റേൺ പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നിങ്ങൾ നോക്കുക എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന്. ഓക്കെ, അത്രയും കാര്യങ്ങൾ നോക്കുക. ഇനി നമ്മുടെ കോഴ്സിന്റെ കാര്യം പറഞ്ഞ, അപ്പോൾ ഇതിൽ CBT 1 പറഞ്ഞാണ് എന്തൊക്കെ സബ്ജക്റ്റ് ആണുള്ളത്. മാത്സ് ഉണ്ട്, റീസണിംഗ് ഉണ്ട്, ജനറൽ അവയർനെസ്, ജനറൽ സയൻസ്, ഈ കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനുള്ളത്. അതിനുള്ള കോഴ്സ് CBT 1 ഉള്ള ടെർബോ ബാച്ച് സെപ്റ്റംബർ 9 തീയതി മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് ക്ലാസ് എന്ന് വെച്ചാൽ, ക്ലാസ് റെക്കോർഡായിട്ട് നിങ്ങൾക്ക് ഓൾറെഡി ക്ലാസ് ഒക്കെ തരും. പിന്നെ ഇതിന്റെ റിവിഷൻ ആയിട്ട്, അതായത് നിങ്ങളിപ്പോൾ കുറച്ച് ടോപ്പിക് എന്തായാലും പേൾ എന്ന് പറഞ്ഞൊരു സെഷൻ ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് ഓൾറെഡി റെക്കോർഡ് വീഡിയോസ് എല്ലാം അവൈലബിൾ ആയിരിക്കും. എന്നിട്ട് ഓരോ ടോപ്പിക്ക് കഴിഞ്ഞതിന് ശേഷം അതിന്റെ റിവിഷൻ ക്ലാസ് ലൈവ് ആയിട്ടുണ്ടാവും. റിവിഷൻ ലൈവ് ആയിരിക്കും, മറ്റേ ക്ലാസ് റെക്കോർഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ആദ്യം നിങ്ങൾ റെക്കോർഡ് ക്ലാസ് കാണാം, എന്നിട്ട് അതിന്റെ റിവിഷൻ ക്ലാസ് ഫാക്കൽറ്റി ലൈവ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഇതിന് കോഴ്സ് ഫീ എന്ന് പറയുന്നത് 2499 രൂപയാണ്. നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ പ്രമാണിച്ച് 14 തീയതിയും 15 തീയതിയും നിങ്ങൾ പർച്ചേസ് ചെയ്താൽ 10% ഡിസ്കൗണ്ട് ആണ്. പിന്നെ ഓണത്തിന് ഉള്ള ഡിസ്കൗണ്ടും കൂടിയുണ്ട്, അത് വഴിയെ വരുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക, എന്നിട്ട് കോഴ്സ് എടുക്കുക, അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് വീണ്ടും ചെയ്യാവുന്നതാണ്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഏത് പോസ്റ്റിന്റെ കാര്യങ്ങളും മെഡിക്കൽ സ്റ്റാൻഡേർഡും ആ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക, ഇപ്പം തന്നെ അപ്ലൈ ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.